ഞാനൊരു ചെറിയൊരു വ്ളോഗാ. ലക്ഷദ്വീപിന്റെ മണ്ണിൽ കാലുകുത്തി. ഹലോ മൈ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ നമ്മൾ മനോഹരമായ ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മളുള്ളത്. നമ്മൾ പോകുന്നു. ഞാൻ വളരെ കാലമായി എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ വെച്ചൊരു സ്ഥലമായിരുന്നു ലക്ഷദ്വീപ്. യെസ് ഗൈസ്, വി ആർ ഗോയിങ് ടു ലക്ഷദ്വീപ്. അപ്പോൾ നമുക്ക് 6:55 എന്തുള്ളത് ഫ്ലൈറ്റ് ഉള്ളത് ലക്ഷദ്വീപ്ക്ക് ആണല്ലേ. റഷ്യ ഉണ്ട് നമ്മളപ്പോൾ. ഓൻ്റെ കയ്യിൽ ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഗോപ്രോ എടുത്തിട്ട്, അപ്പോൾ അക്കച്ചക്കിയിലാണ്. എന്തിപ്പോൾ ചെയ്യാന്നുള്ളൊരു അക്കച്ചക്കിയിലാണ്. മനോഹരമായ എയർപോർട്ടാണ്, വലിയൊരു ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഗൈസ് വളരെയധികം എക്സൈറ്റഡ് ആണ്. അപ്പോൾ കിടിലം വ്ളോഗാണ് ഇനി വരുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാപ്പിയല്ലേ? നമ്മളെ ഓൾ ഇൻ ഓൾ ഈ ട്രിപ്പ് ഇങ്ങോട്ട് ചോദിച്ചത് മുതൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ബോസിന് ഞാനൊരു ഗോപ്രോ എടുത്തു. എന്നാ പോയൊക്കെ എത്തിയിട്ടില്ല, എത്തും ഇൻഷാ അല്ലാ. ഞാനൊരു ഗോപ്രോ എടുത്തു. അപ്പോൾ വ്ളോഗ് ചെയ്യൂലേ വ്ളോഗ്? അപ്പോൾ ആ ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, നമ്മൾ ഉഷാറാക്കും. ഓക്കെ ഗൈസ്, എൻ്റർ ചെയ്യട്ടെ എയർപോർട്ടിലേക്ക് എൻ്റർ ചെയ്യട്ടെ. നമ്മളെ കൂടെ ലക്ഷദ്വീപിക്ക് കുറച്ച് ടീമുണ്ട്. ഒരു ഉസ്താൻ ടീമുണ്ട്. അപ്പോൾ ഗൈസ് എൻ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഗൈസ് ഞങ്ങളെ ചെക്കിനും സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് 1.5 മണിക്കൂർ ഫ്ലൈറ്റിന് ടൈം. നമ്മളെ ലോഞ്ച് കയറാൻ വെച്ചു. എംഗ്ലാം ലോഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ലോഞ്ച് ആക്സസ് നമുക്ക് പല രൂപത്തിൽ ഇവിടെ ഫുഡ് അവൈലബിൾ ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ ഏതാണ് എന്തൊക്കെ എടുത്ത് ഇവിടെ അലൗഡല്ല, ഇവിടെ വീഡിയോ എടുക്കാൻ അലൗഡല്ല. എന്നാലും സെക്യൂരിറ്റി പ്രോബ്ലം, അത് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി. നമുക്ക് ഇനി ഒരു അരമണിക്കൂറിൽ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യും. അപ്പോൾ വളരെ വലിയ രാവിലെ തന്നെ ആയതുകൊണ്ട് ഫുഡൊക്കെ കമ്മിയാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി. ഇനി ടേക്ക് ഓഫ് ടൈമായി, അത് ചെയ്യട്ടെ. വഴിയെല്ലാം കാണിച്ചു തരാം. അതാണ് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് Y91. ഏതാ അവൻ്റെ പൊലിവ്? താങ്ക് യു. അപ്പോൾ ഗൈസ് Y91 നമ്മളപ്പോൾ വലത് കാല് വെച്ച് ഇവിടെ വേറെ വ്ളോഗ് കൊണ്ടിരിക്കുന്നു. നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. Y91ൻ്റെ 1, 2, 3 ഫ്ലൈറ്റുകളാണ് Y91 ഉള്ളത്. അപ്പോൾ ഇതിലായിരിക്കും നമ്മൾ പോകാൻ ചാൻസ്. ഇതിലല്ല, ചെറിയൊരു ഫ്ലൈറ്റാണ്. നമ്മൾ കയറുകയാണ്. നമ്മൾ ലക്ഷദ്വീപിൽ പറക്കുകയാണ് ഗായ്സ്. Y91 നമ്മുടെ Y91 നമ്മുടെ സ്വന്തം ലക്ഷദ്വീപ് ഫ്ലൈറ്റ്. Thank you. Sir,
ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഗൈസ് വളരെ ചെറിയ ഒരു ഫ്ലൈറ്റ് ആണ്. സീറ്റ് എവിടെയാണ് ഗൈസ് ഉള്ളത്? I'm excited. I am excited. പേരെന്തേനി? ഇർഷാദോ? അർഷാദ്. അർഷാദ് നമ്മുടെ കൂടെ ലക്ഷദ്വീപ് ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്തോ. 9A 9F 9F. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് ഒരുപടി എന്താ പറയണേ, ലക്ഷ്യത്തിലേക്ക് ഒരുപടി കൂടി മുന്നോട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണ്. इश्तलाक में 2 द्वार आगे की ओर है। फर्श पर लगी फोटो लुमिनेसेंट पट्टियां आपको निकटतम द्वार तक पहुंचने में मदद करेगी। अधिक जानकारी के लिए सीट पॉकेट में रखे सुरक्षा निर्देश पत्र को ध्यान से पढ़ें। धन्यवाद। Ladies and gentlemen, safety is of a prime importance in our demonstratives of a safety equipment and we request my kind attention towards the cabin crew. This is a seatbelt fastened in the maintenance will buckle tightened by pulling the strap to unfasten. Thank you. Where the neon glows, every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Beat kicks pound like a heartbeat fight. These gritty vibes keep my story in sight. On the walls paint the struggle and climb. The clock keeps spinning but I'm owning my time. Words like puzzle pieces fitting tight in the rhyme. Snares punch louder than the city's own chime. Boom bap echoes through the alleys at night. ഭാരത് അൺബൗണ്ടിന്റെ ഒരു അമർ ചിത്രകഥയുണ്ട്, ചാണക്യന്റെ. സമയം പോകാൻ ഇത് കുറച്ചു നേരം വായിക്കാൻ ഉണ്ടെങ്കിലും പക്ഷേ വായിക്കണില്ല. തൽക്കാലം ഇതുകൂടെ എടുത്തു വെക്കുക. ഭാരത് അൺബൗണ്ട് ചാണക്യ. പിന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യുക. പിന്നെ നമുക്ക് നൽകിയിട്ടുള്ളത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഗൈസ് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ലക്ഷദ്വീപിലേക്ക് കാലുകുത്താൻ പോവുകയാണ്, ലാൻഡ് ചെയ്യുകയാണ്. അതാണ് നമുക്കിപ്പോൾ പൈലറ്റ് നമ്മളോട് അനൗൺസ് ചെയ്തത്. ഗൈസ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. കാലുകുത്താൻ പോവുകയാണ്. ഇപ്പൊ കുത്തും. അടിപൊളി കാഴ്ചയാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. One senior guys.
എനിക്കവിടുന്ന് കാണിച്ചു ചിറകിന്റെ അടിയിലായതുകൊണ്ട് ദമ്മിട്ടില്ല. അപ്പൊ ഇല്ലത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഗൈസ് ലാൻഡ് ചെയ്തു. ലക്ഷദ്വീപ്. I'm excited guys. അങ്ങനെ നീണ്ട 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം കേസ് നമ്മൾ ലക്ഷദ്വീപിന്റെ മണ്ണിൽ കാലുകുത്താൻ പോകുന്നു. ലക്ഷദ്വീപിന്റെ മണ്ണിൽ Thank you sir. Bye. ലക്ഷദ്വീപിന്റെ മണ്ണിൽ കാലുകുത്തി. It's Lakshadweep guys. Lakshadweep airport. Agatya airport. Lakshadweep guys. Lakshadweep. Yasin. Oh. Yasin vlogs ഉണ്ട്. ഗൈസ് മുടിഞ്ഞ വെയില്. ഒരു കണക്കിന് വെയിൽ നല്ലതാണ്. അൽഹംദുലില്ലാ വെയിലിട്ടല്ലോ ഇവിടെ. അതവരുണ്ട്. വീഡിയോ ഫുള്ള് കാണുന്നത് ഇടയ്ക്കിടെ കാണലുണ്ട്. ഞാനൊരു ചെറിയൊരു വ്ളോഗാ. ഓ സുഖം. ട്രിപ്പായിട്ട് വന്നു. ഞങ്ങള് മലപ്പുറം നിലമ്പൂര്. അറിയാ. ഓക്കെ ഞങ്ങൾ എന്താ പെർമിറ്റ് റെഡിയാക്കാനുള്ള ക്യൂ ആണ് അവിടെ കാണുന്നത്. പെർമിറ്റ് റെഡിയാക്കി ഇവിടുത്തെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഞാൻ കണ്ടതിൽ വെച്ച് പറഞ്ഞാൽ അധികം എയർപോർട്ട് പോയി യാത്ര ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ പോയ എയർപോർട്ടുകളിൽ ചെറിയൊരു കുഞ്ഞ് എയർപോർട്ടാണ് ലക്ഷദ്വീപ് അഗത്തി എയർപോർട്ട്. അപ്പോൾ ഗൈസ് നമ്മളെ ലഗേജ് എത്തി, നമ്മളിവിടെത്തി. നമ്മളെ സ്പോൺസറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ കോമഡി എന്താ വെച്ചാൽ ഞങ്ങൾക്ക് സ്പോൺസർ അറിയില്ല. ഞങ്ങൾക്ക് ഇവൻ്റെ ഒരു സുഹൃത്താണെന്നാണ് ഇപ്പം പറയുന്നത്. അതുവഴിയാണ് ഞങ്ങൾ ഇവിടെ പാക്കേജ് എടുത്തിട്ടുള്ളത് ഗൈസ്. 64 ദിവസം ഞങ്ങളിവിടെ എയർ മാജിക്കാണ്. അപ്പോൾ കാഴ്ചകൾ വന്നിട്ട് കാണാം ഗൈസ്. ഞങ്ങളെ ഹുസൈൻ തങ്ങളെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങളെ സ്പോൺസറെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ സ്പോൺസർ ആണ് നമ്മളെ ഇവിടുത്തെ സ്പോൺസർ ഹുസൈൻ തങ്ങളുടെ അവറുകൾ. ഓറ ട്രാവൽസ് മുഖേനയാണ് നമ്മളിവിടെ പാക്കേജ് എടുത്തിട്ടുള്ളത്. 4 ദിവസം നമ്മൾ അടുത്ത 4 ദിവസം ഇവിടെ വീണ്ടും പറയുന്നു ആർമാദിക്കുകയാണ്. നമ്മളെ കൊണ്ട് വേഗനർ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് കുറവാ, റിട്ടേൺ കൂടുതലാണ്. ഞങ്ങൾക്ക് ഗോവയിൽ നിന്നും അഗത്തി ലക്ഷദ്വീപിലേക്ക് ഞങ്ങൾക്ക് വന്നത് എത്ര 2500 വെറും 2500 രൂപയാണ് ലക്ഷദ്വീപിലേക്ക് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ കുറച്ച് കൂടുതലാണ്. അത് ഞാൻ പോകുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ അൽത്താഫോ? അൽത്താഫാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു എയർപോർട്ട്, വളരെ ചെറിയ എയർപോർട്ട്.
ഗൈസ് വീണ്ടും വീണ്ടും വെൽക്കം ടു ലക്ഷദ്വീപ്. കാണുന്നതാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ്. ഇത് സ്കൂള് അത് എല്ലാം അടുത്തടുത്തടുത്ത് ഒരു സ്ഥലത്ത് തന്നെ. ഇതാ സ്കൂള്, ഇതാണ് ഇവിടുത്തെ സ്കൂള്. ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ അഗത്തി. അസ്സലാമലൈക്കും. ഇതാണ് നമ്മളെ ഇതാണ് നമ്മളെ റൂം വരുന്നത് അഗത്തിയിൽ. ഓക്കെ ഓക്കെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ്. നമുക്ക് വെൽക്കം ഡ്രിങ്ക് എത്തിയിട്ടുണ്ട്. നാളികേരളം കൊള്ളാം, അടിപൊളി. നമുക്ക് പുട്ടും കടലക്കറിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകൾ ഇനി വൈകുന്നേരം നമ്മൾ ഉള്ളൂ. പള്ളിയില്ല അവിടെ, പള്ളിയില്ലാത്തത് തൊട്ടടുത്ത് തന്നെ. അത് കഴിച്ചിട്ട് വെള്ളിയാഴ്ച ആണല്ലോ. അപ്പോൾ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പള്ളിക്കൊക്കെ പോയിട്ട് നമ്മൾ ഈവനിങ് നമ്മൾ ഇറങ്ങും. അപ്പോൾ അതുവരേക്കും നമ്മളെ റൂം എവിടെ വരുന്നത് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 2 റൂമുകളുണ്ട്. ഇവിടെ ഇതിൽ ഏത് 2 റൂമിൽ ഏത് നമുക്ക് സ്വീകരിക്കാം. നമ്മളെ സെലക്ട് ചെയ്ത് ഇതാണ് നല്ല വിശാലമായ റൂം. പിന്നെ അടിപൊളി നല്ല ബാത്റൂമും പുതിയതാണെന്ന് തോന്നുന്നു. AC ഉണ്ട്, നല്ലതാ AC, കാരണം കുറച്ച് ചൂടുണ്ട്. ഇത് പിന്നെ എന്താണ് തോന്നുന്നു, ഇത് ചെറിയൊരു അടുക്കള സെറ്റപ്പ്. പിന്നെ ഇവിടെ നോക്കിയാൽ കടലും കാണാം, നല്ല പച്ച നീല കളറ്. ഇതാണ് ഇവിടുത്തെ നോക്കിയെടുത്ത ആള്. നിങ്ങളുടെ പേരെന്തേനി? ഷബീർക്കാണ് ഇവിടെ നോക്കിയെടുത്ത ആള്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല തെങ്ങിൻ തോട്ടങ്ങൾക്ക് നടുവിലാണ് നമ്മളെ റൂം വരുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. ആ കാണുന്നതാണ് പള്ളി. അപ്പോൾ നേരെ പോയ പള്ളിയുണ്ട്. അപ്പോൾ നിസ്കാരം കിട്ടും. അൽഹംദുലില്ലാ ഹൈർ. നിസ്കാരം കിട്ടും, പേടിച്ചാൽ. അമ്മ എപ്പോഴും പറയും എവിടെ പോയാലും നിസ്കാരം ഒഴിവാക്കരുത്. ഇല്ല, നിസ്കാരം ഒഴിവാക്കാനുള്ള സാഹചര്യം ഇല്ല. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. ഇനി വെള്ളിയാഴ്ച കൂടിയാണ്. അപ്പോൾ നമുക്ക് ജുമക്കൂർ അതിന് മുന്നേ കുറച്ചേരം ഒന്ന് തൂങ്ങട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ റൂമിൽ നിന്ന് ഇങ്ങനെ തൊട്ടടുത്ത് വരുമ്പോൾ കടൽ തന്നെയാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ കടൽ. ഹലോ ഭാരതമാതാ അമ്മ. ഗൈസ്, അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ എനിക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ആതിഥ്യ മര്യാദയാണ്. വൻ സ്വീകരണം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആതിഥ്യ മര്യാദ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ ഫുൾ തെങ്ങും തോട്ടവും ബീച്ചും കായലും കടലും എല്ലാം അടങ്ങിയ ഒരു കൊച്ചു ദ്വീപാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഞാൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടുകൂടി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. കിടിലൻ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്തോളി. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും. ഗൈസ്, ഇപ്രാവശ്യത്തെ ചുമ്മാ ലക്ഷദ്വീപിലാണ്. Ba 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 ba.